ഒന്നുള്ളത് നിത്യശ്ലോകം. രാവിലെ എഴുന്നേറ്റാൽ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചൊല്ലേണ്ട ഓരോ സംഭവം. ഒന്നും റിലീജിയസ് അല്ല, ഇതിലൊന്നും ഹിന്ദു എന്ന വാക്കില്ല. പക്ഷേ ഭാരതീയ സങ്കല്പങ്ങളുണ്ട്. അതുപോലെ ഈ വിസ്ഡം ശ്ലോകാസ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ സുഭാഷിതങ്ങൾ. അത് ഓരോ ശ്ലോകവും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരും ഈ ഓരോ ശ്ലോകത്തിൻ്റെയും കാതൽ എന്താണ്, എന്തിനാ അത് പഠിക്കണേ. കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലം ന സ്നാനം ന കുസുമം ന വിലേപനം. പിന്നെ ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലം ന സ്നാനം ന കുസുമം ന വിലേപനം. നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടോ കുറേ മേക്കപ്പ് ചെയ്തിട്ടോ കുറേ പൂക്കൾ വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ മാരേജിന് പോകുമ്പോൾ 1000 പേരെ കാണില്ലേ, എല്ലാവരും ഓർക്കോ? എന്താ വേണ്ടത്? വാഗ്ഭൂഷണം. ഭൂഷണം. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇന്നും അതല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി കിട്ടണമെങ്കിൽ എന്ത് കഴിവാണ് വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞതാണ് അല്ല എൻ്റെ കുട്ടിയെ, അല്ലേ? ആ കമ്മ്യൂണിക്കേഷനാണ് അത്യാവശ്യം. പിന്നെ വരാൻ പറ്റില്ല എന്ന് മോള് പറഞ്ഞ് വരാണ്ടിരുന്നാലോ? വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് എന്താ കാരണം എന്ന് അന്വേഷിക്കുക. അത് പറയാണ്ട് വരാണ്ടിരുന്നാലോ അന്വേഷിക്കോ? ഇല്ല, അത് പറയണം. അപ്പോഴാ ചോദിക്കുക എന്താ പ്രശ്നം. അപ്പോഴാ പറയണ പനിയുണ്ടെന്ന്. എവിടെ പനി? പോയില്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ തന്റെ പനി പോകുന്നു. പറഞ്ഞോ ഇല്ലയോ? ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ തന്റെ പനി പോകുന്നു. ഇപ്പൊ പനിയില്ല. പനി ഉണ്ടെങ്കിൽ എവിടെയാ അറിയാം? ചെവി തൊട്ടാൽ പനി അറിയും. അറിയോ നിങ്ങൾക്ക്? ചൂട് മാറും എവിടെയാണ്. അപ്പൊ ഇത് തൊട്ട് ഇവിടെയും തൊട്ടാ അപ്പം മനസ്സിലാവും ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പനി ഉണ്ടെന്ന് അർത്ഥം. ഇത്ര എളുപ്പമെന്നറിയോ? ഇപ്പൊ തൊട്ട് നോക്കി മനസ്സിലാവുണ്ടോ? ഇനി നിങ്ങൾക്കിപ്പോ ഈ പുറത്ത് നല്ല ചൂടില്ലേ, ഉണ്ട് തോന്നില്ലേ? ഒന്ന് ചെവിയൊന്ന് അടച്ചു പിടിച്ചട്ടെ. ഇങ്ങനെ ടെമ്പറേച്ചർ മാറിയോ? പുറത്തുള്ള ടെമ്പറേച്ചർ നിങ്ങൾ അറിയില്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് ആന്റിന. ഗോട്ട് ഇറ്റ്? നല്ല പനിയോ കഫോ കോൾഡോ ശ്വാസം മുട്ടോ ഒക്കെ വരുമ്പോ ചെവി മൂടി കിടക്കുക. തീർന്നു. നമ്മൾ പലതും ഇപ്പൊ അസുഖമുണ്ട് എന്ന് പറഞ്ഞിന്ന് വരാണ്ടിരുന്ന ഈ ഉഷാറ് വീട്ടിലുണ്ടാവില്ല. ഉറപ്പല്ലേ? യാത്ര ചെയ്യാൻ വയ്യ, എനിക്ക് വരാൻ വയ്യ, കിടപ്പാണ്. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേ. ശരീരവും ബോഡിയും ഒരേപോലെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണോ? മനസ്സിനെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം പ്രാപ്തരാകും. എന്നാ മനസ്സിലായി? പനിയൊന്നുമില്ല. ഞാൻ കോവിഡ് കാലത്തൊക്കെ എന്ത് ഈസി ആയിട്ട് നടക്കുന്നത്, ഒരു പ്രശ്നമില്ല. വന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അറിയില്ല. ഇൽനെസ് ആൻഡ് ഡിസീസ്. ഇൽനെസ് ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്, ഡിസീസ് മനസ്സിലുണ്ടാവുന്നത്. ഇത് രണ്ടും വ്യത്യാസം. ഇൽനെസ്, ഡിസീസ്. ഡോക്ടർ TPS ഈ പറയുന്ന വാക്കുകളൊക്കെ വെച്ച് നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും തപ്പിക്കാണും. ഇനി അല്ലെങ്കിൽ നമുക്കൊരു ജിമെയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അസുഖം, സുഖം, ദുഃഖം. കോമൺ വേർഡ് ഖം. ഖം എന്ന് പറഞ്ഞാൽ സ്പേസ്. ഞാൻ ഖം സയന്റിസ്റ്റാണ്. അതിൽ സു ചേർത്താൽ സുഖവും ദു ചേർത്താൽ ദുഃഖവും. അത് വേണോ നമ്മളാ തീരുമാനിക്കാം. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ നിന്നിട്ട് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റും. പക്ഷെ ഇന്ന് എനിക്കത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതാണ് സുഖ ആസനം. മനസ്സിലായോ? എനിക്ക് നിൽക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു കാലം. എനിക്ക് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ സുഖമായി. അപ്പം സിറ്റുവേഷൻ മാറ്റിയാൽ എനിക്ക് സുഖം കിട്ടും. നിൽക്കാൻ പറഞ്ഞാലോ എനിക്ക് സുഖം ഉണ്ടാവില്ല. അത് ബോഡിയുടെ പ്രോബ്ലമാണ്. അപ്പോൾ ബോഡിക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് സുഖം കണ്ടെത്തണം. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാണ്. എല്ലാവർക്കും ചിക്കൻ ബോക്സ് വലിയ ദുഃഖമാണ്. എനിക്കാണ് ചിക്കൻ ബോക്സ് ആണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഒരാളും ശല്യമില്ലാണ്ട് ഒരു റൂമിലിരിക്കാൻ പറ്റി. അമ്മ ഉണ്ടായിരുന്നു ഒന്ന് കൂടെ. അമ്മയോട് പറഞ്ഞു ഭക്ഷണം വെക്കണം.
ഞാൻ എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ ഡോറ് തുറന്നിട്ട് കഴിച്ചോളാം. 3 ദിവസമൊക്കെ കഴിക്കാണ്ടിരുന്നത്. സമയവും അറിയില്ല, ഒന്നും അറിയില്ല. ആ ഒരു ലോകത്ത് ജീവിക്കുമ്പോഴാണ്. എത്ര പ്രാവശ്യം കുളിച്ചിട്ടുണ്ടാവും? എപ്പോഴൊക്കെ കുളിക്കാൻ പറ്റും അപ്പോഴൊക്കെ കുളിക്കുക. ചിക്കൻ ബോക്സ് പോകും, 3 ദിവസം കൊണ്ടുപോകും. കണ്ണിന് അസുഖം. നമ്മൾ എത്ര പ്രാവശ്യം ചൂടുവെള്ളവും, ചൂടല്ല വാം വാട്ടറും തണുത്തതും വെച്ച് കഴുകിക്കൊണ്ടേയിരിക്കുന്നോ ക്ലീൻ ആവും. നമ്മൾ പലരും ചെയ്യുക ഇതിനകത്ത് മരുന്നൊറ്റിക്കും, ക്ലീൻ ചെയ്യില്ല. ആ ശവങ്ങളൊക്കെ അതിനകത്ത് തന്നെ പെട്ട് പിന്നെയും പിന്നെയും ചീഞ്ഞ് നാറാണ്. മനസ്സിലാവുണ്ടോ? ഓരോന്നിനെയും നമ്മൾ അനലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് എന്താ വേണ്ടത് എന്ന് തീരുമാനിച്ചാൽ ഒരുവിധം ഇൽനെസ് ഒക്കെ ഡിസീസായിട്ട് മാറില്ല. ഇൽനെസ് ഉണ്ടാവും, ഡിസീസാണ്. മനസ്സിലാവുന്നു? പിന്നെ അത്യാവശ്യമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യല്ലേ, എവിടെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതിനുള്ള കിറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ്. യുവർ വാട്ടർ ഈസ് ക്ലീൻ. അതുകൊണ്ട് എവിടെ പോയാലും അത്യാവശ്യമായിട്ട് എനിക്ക് വെള്ളം വേണം. കാരണം ഞാൻ ഇത് നിന്ന് പോയാൽ എൻ്റെ പണി മുട്ടും അല്ലേ? ഒരു ബ്രാൻഡില്ല, കിട്ടുന്ന കുടിക്കും. അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാണ്. ബിസ്ലേരിയാണ് ഇഷ്ടം. ബിസ്ലേരിയാണ് പച്ചക്കുപ്പി. അത് ഫ്ലേവേർഡ് വാട്ടറാണ്. അപ്പോൾ അത് ഫ്ലേവർ വരുമ്പോൾ അതിൻ്റെ സുഖം ഉണ്ടാവും ഇല്ലേ? ഇത് സാധാരണ ബോട്ടിൽഡ് വാട്ടർ ആയിരിക്കും, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ. ഇതാണ് ഈ കളറും ബ്ലൂവും. ഓരോന്നിൻ്റെ ബ്ലാക്ക് ആണെങ്കിൽ അർക്കലയും. പഠിക്കണം. ഇത് ചുമ്മാ വായിച്ചാൽ മതി. ഇത് വായിക്കില്ല. വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ഇത് വായിക്കില്ല. ഇനി മോള് പറഞ്ഞു രാവിലെ എഴുന്നേക്കാൻ വലിയ മടിയാണ്. എഴുന്നേക്കാൻ മടിയുള്ള ആള് രാത്രി കിടക്കുമ്പോൾ 3 ലിറ്റർ വെള്ളം കുടിച്ച് കിടക്കുക. എല്ലാ പ്രോബ്ലത്തിനും എത്ര ഈസി സൊല്യൂഷൻ ഉണ്ടെന്ന് നല്ല കുഴപ്പമുണ്ടോ? 3 ലിറ്റർ കുടിച്ച് കിടക്കുക. എത്ര മണിക്കാണ് എഴുന്നേക്കേണ്ടത്? 3 മണിക്കാണോ? 2 ലിറ്റർ. ഞാൻ ചുമ്മാ പറയുന്ന, എൻ്റെ ഫോൺ എടുത്ത് നോക്കുക, എത്ര മണിക്കൂറാണ്, എത്ര മണിക്കൊക്കെയാണ് എൻ്റെ മെസ്സേജ് പോയിട്ടുണ്ടാവുക. യു സെൻഡ് എ മെസ്സേജ് ആൻഡ് സീ വെദർ ഐ ആം ആൻസറിങ് ഓർ നോട്ട് ഇല്ലേ? എത്ര പ്രാവശ്യം രാവിലെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വേറെ എന്തൊക്കെ പണി ചെയ്യണ്ടേ? നമുക്ക് ഈ സമയമില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയണതാണ്. രാവിലെ എപ്പോൾ എഴുന്നേക്കണം തോന്നുന്നു അപ്പോൾ എഴുന്നേക്കണം. പക്ഷെ ആ തോന്നുന്ന സമയത്ത് എഴുന്നേക്കാത്തത് എന്തുകൊണ്ടാണ്? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ട്രെയിൻ പിടിക്കണമെങ്കിലോ എഴുന്നേക്കില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും വേണമെന്ന ആഗ്രഹം ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? കുറേ പ്രോജക്റ്റ് ചെയ്യണം. ഇന്നതൊക്കെയാണ് എനിക്ക് രാവിലെ തീർക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും എഴുന്നേക്കും. അപ്പൊ മടി കൊണ്ടല്ല, പണിയില്ലാത്തതുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല. സോ ടേക്ക് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റുമോ അത്രയും ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുക. ലോകത്തിൽ എത്രയോ ആൾക്കാർക്ക് സഹായം വേണം. നമുക്കൊന്നും വേണ്ടെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തൂടെ? ഇല്ലേ? എൻജോയ്. അതാണ് വേണ്ടത്. കൃത്യമായിട്ട് ചെയ്യണം. ഓരോ നിമിഷവും എഴുതി 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 പഠിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ സുഖം. അപ്പം ഞാൻ പഠിക്കുന്നത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണ് തീരുമാനിക്കും. ഓക്കെ? ഏത് ജോലി കിട്ടിയിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ കുറേ പേര് പഠിക്കാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ. അതാണ് ഈ ഹോം സ്കൂളിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇഷ്ടം പോലെ സമയമുണ്ട് ജീവിതത്തിൽ. ജോലി ചെയ്യുന്ന ആൾക്കും 6 മണിക്കൂർ, പിന്നെ ഉറങ്ങാൻ ഒരു 6-8 മണിക്കൂർ, ബാക്കിയുള്ള എന്താ ചെയ്യണേ? 12 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി 12 മണിക്കൂർ എന്ത് ചെയ്യണം? അത് അക്കൗണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് പഠിക്കുക, ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക. എനിക്ക് പറ്റില്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് പഠിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയാലോ? നമ്മൾ സാധാരണ പറയാറുണ്ട്, സഹസ്രനാമം ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഈ സൗന്ദര്യലഹരിയൊക്കെ 10,000 പ്രാവശ്യം ചൊല്ലിയാൽ ചില ട്രീറ്റ്മെൻ്റൊക്കെ ആവും, കണ്ണിന് അസുഖം മാറും എന്നൊക്കെ പറയും. എനിക്ക് 10,000 ചെല്ലാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? 10 പേരെ വെച്ചിട്ട് 1000 പ്രാവശ്യം ചെല്ലിച്ചാലും 10,000 ആയി. ഗുണം തന്നെയാണ്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സൗന്ദര്യലഹരിയിൽ ഇന്ന ശ്ലോകം ചൊല്ലിയാൽ ഇന്നാളുടെ അസുഖം മാറും എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനത് എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്.
അത് തീർക്കാൻ പറ്റില്ല. 10,000 എവിടെ ചൊല്ലി തീർക്കാൻ പറ്റുക? കുറെ ആൾക്കാരെ വിളിച്ചു ചെല്ലാൻ പറ്റുന്നത്, അവരെല്ലാം പഠിപ്പിച്ചു, ഇരുന്ന് ചെല്ലാൻ പറഞ്ഞു, എല്ലാവരും കൂടി ഇരുന്നു. നമ്മൾ ചെയ്യുന്നത് അവിടെ സത്സംഗമാണ്. അതിനാ സത്സംഗം എന്ന് പറയാം. നമ്മൾ ഇരുന്ന് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ ഫ്രീക്വൻസിയാണ് ഈ പറയുന്ന വേവ്. അത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് പകരം നല്ലപോലെ ചെയ്താൽ അതിന് ഫ്രീക്വൻസി കൂടുതലുണ്ടാവും, അതിന് ഫോഴ്സ് കൂടുതലുണ്ടാവും, അത് എഫക്റ്റീവ് ആവും. വെറുതെ ഇരിക്കാനേ പാടില്ല. എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കാൻ പറ്റുമോ, എത്രത്തോളം ഫോഴ്സ്ഫുൾ ആവാൻ പറ്റുമോ, എത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ പറ്റുമോ, ആ ഫോക്കസിനെയാണ് ശ്രദ്ധ എന്ന് പറയാം. ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം കിട്ടുള്ളൂ, അല്ലേ? ശ്രദ്ധയില്ലാത്തത് കൊണ്ടല്ലേ ഒന്നും നടക്കാത്തത്. എന്താ കാര്യം? ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല. ഉദ്യമം. എന്താണ് ഉദ്യമം? പ്ലാനിങ്. ഉദ്യമം. അടുത്ത സ്റ്റെപ്പ് സാഹസം, ജമ്പ് ഇൻ ടു ആക്ഷൻ എന്നാണ്. ഉദ്യമം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ജമ്പ് ഇൻ ടു ആക്ഷൻ. ഉദ്യമം, സാഹസം. അതിനെന്ത് വേണം? ധൈര്യം, ബുദ്ധി, ശക്തി. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പരാക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കാല് വെച്ചിട്ട് എന്നെ താഴെ ഇടാൻ നോക്കും. കുറേ പേരുണ്ടാവും വേണ്ടാടി, അല്ലെങ്കിൽ വീട്ടിൽ കുറേ സിറ്റുവേഷൻസ് എന്നെ പുഷ് ചെയ്തിട്ടുണ്ടാവും, സമ്മതിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. എന്തിനാ ഈ പനിയൊക്കെ ആയിട്ട് തിരുവനന്തപുരം പോണത്? അവൻ ആരാ? അവനെ കാണേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കും. താൻ പോടോ എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ആണ്. നമ്മൾ ചോദിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇനി അഥവാ തിരിച്ചു പോയിട്ട് വഴക്ക് പറഞ്ഞാൽ സോറി ഇനി ചെയ്യില്ല എന്ന് പറയാം, അടുത്ത പ്രാവശ്യം ചെയ്യാം. ഇതല്ലല്ലോ, വേറെ ദിവസമല്ലേ ചെയ്തത്, വേറെ കാര്യമല്ലേ ചെയ്തത്. ആ ഫ്രീഡം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എന്താണ്? കല്യാണം കഴിഞ്ഞവരൊന്ന് കൈപൊക്കിയ, ഞാൻ സ്ഥിരം ചോദിക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞു. കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ആ, കല്യാണത്തിൽ ഇരിക്കരുത്. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കല്യാണം കഴിഞ്ഞോ? ഗോട്ട് ഇറ്റ്? ഇപ്പൊ ജീവിതത്തില് എവിടെയും നമുക്ക് സന്തോഷിക്കാം. 24 മണിക്കൂറും ദുഃഖമുള്ള ഒരാളും ഇല്ലേ ലോകത്ത്? ഉണ്ടോ? ഉണ്ടോ? ഒരു വേദനയും 24 മണിക്കൂറില്ല, കുറച്ച് സമയമുള്ളൂ, അല്ലേ? ഇത് പിടിക്കാൻ പറ്റുമോ? ഇത് പിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ കൈ കാട്ടും. ഇത് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റും, അല്ലേ? പിടിക്കും. ഇത് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിടിക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല എത്ര സമയം. 24 മണിക്കൂർ പിടിക്കാൻ പറഞ്ഞാലോ കൈ കഴിക്കും. ഇത് ഒരു വെയിറ്റും ഇല്ലാത്ത സാധനമാണെങ്കിലും കുറേ സമയം ഇരിക്കുമ്പോൾ വയ്യാണ്ടാവും. ഇപ്പം ഏത് പ്രശ്നവും കണ്ടിന്യൂ ചെയ്താലേ പ്രശ്നമാവും. കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അണ്ടർസ്റ്റുഡ്? ഒരു പ്രശ്നവും പ്രശ്നമല്ല നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്ടിരുന്നാൽ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു കമ്പാർട്ട്മെന്റിനെ ഒരു പിന്നെയും കമ്പാർട്ട്മെന്റ് ഇല്ലേ? വീട്ടിൽ നല്ല അടിയാന്ന് വിചാരിക്കാം. ഒരു ഗസ്റ്റ് വന്നു, ഉടനെ എല്ലാം റെഡി, ചിരിച്ച് നല്ല ഒരു കുഴപ്പമില്ലാത്ത പോലെ അഭിനയിക്കും. അയാൾ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങും. ആണോ അല്ലയോ? അല്ലെ? എന്നോട് ഇങ്ങനെ പറയാൻ പായിരുന്നു, എന്നോട് ഇങ്ങനെ. പിന്നെ ആരോടാ ഞാൻ പറയാം? അല്ല, പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ പറയരുത്. പിന്നെ ഇവിടെ പറയണം. എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാരണം? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. യെസ് ഓർ നോ? ഇപ്പൊ വൈകയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് താഴെ പൊട്ടിയെന്ന് വിചാരിക്കാം. അമ്മക്കൊരു പണിയുമില്ല, എന്ത് ചെയ്യും? കണ്ണി ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ തുടങ്ങുമോ? ലെക്ചർ ഇല്ലയോ? അല്ലേ? എന്ത് രസം അത് കേൾക്കാൻ. നല്ല കഥകളി പഠിക്കാത്തവരുടെയൊക്കെ മുഖത്ത് എന്ത് കഥകളി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എൻജോയ് ചെയ്യാം. അമ്മ കഥകളി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ദേഷ്യം പിടിക്കുമല്ലോ. ഇനി അതേ സംഭവം നടന്നത് വൈകിയുടെ വിവാഹ ദിവസമാണെന്ന് വിചാരിക്കും. അമ്മ പറയോ? വഴക്ക് പറയോ? സാരില്ല മോളെ, ഇത് പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ വിവാഹത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഗ്ലാസ്, ഇത് എപ്പോഴാ പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നീ പൊട്ടിച്ചത് നന്നായി പറയും. ആണോ? ഇനി അത് പൊട്ടിയ എന്താ ഉണ്ടാവുക? ഒരു സൗണ്ട്, അല്ലേ? പടക്കം പൊട്ടിക്കാൻ നമ്മളെ സൗണ്ടല്ലേ ഉണ്ടാവുക. ഇത് പൊട്ടിയപ്പോഴും സൗണ്ടല്ലേ? പിന്നെന്താ കുഴപ്പം? പടക്കം പൊട്ടിയിട്ട് സൗണ്ട് ഉണ്ടാകുമ്പോൾ കൈ കൊട്ടുമ്പോൾ ഇത് പൊട്ടിയാൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇന്ന് വൈകി വിട്ട് പോയിട്ട് കുറെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് കൈ കൊട്ടിച്ചിരിക്കുക. യെസ്, വണ്ടർഫുൾ, ഗ്രേറ്റ് സൗണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. നമ്മളിതിന് വലിയ വാല്യൂ കൽപ്പിക്കുന്നതുകൊണ്ടാണ്. അതിനേക്കാളും വാല്യൂ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാക്കില്ല.
അണ്ടർസ്റ്റുഡ്. 2 കാമുകന്മാര്, ഒരാൾ പാർക്കിൽ വെയിറ്റ് ചെയ്യാണ്, മറ്റേ ആൾ വരാൻ കുറച്ച് വൈകി, വഴക്ക് പറയോ? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ, ജസ്റ്റ് കേം എന്നൊക്കെ പറയില്ല. അരമണിക്കൂറായി കാത്തിരിക്കുകയാണ് ദേഷ്യത്തോട്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം 5 മിനിറ്റ് വൈകിയാലോ, 1 മിനിറ്റ് വൈകിയാലോ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ അധികാരമാണ് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പ്. അതല്ല എന്ന് അന്യോന്യം ബോധ്യം വന്നാൽ ഫ്രീഡം ഉണ്ടാവും. എനിക്കൊരു റൈറ്റും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ. ആ തരത്തിലാവണം റിലേഷൻഷിപ്പ്. അതാണ് വെസ്റ്റിലൊക്കെ നടക്കുന്നത്. ഇപ്പൊ എൻ്റെ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡും വൈഫും വരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും വേറെ വേറെ കാറിലാണ് വരിക. ഒരേ വീട്ടിൽ വരുന്നത്, വേറെ വേറെ കാറിലാണ് വരിക. കാരണം എന്താണ്? ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വൈഫ് അവരെ കാത്തിരിക്കേണ്ട ആവശ്യം പോലും വരില്ല. അവരെ വണ്ടി എടുത്തിട്ട് പോയിട്ട് യു ആർ ഇൻഡിപെൻഡന്റ്, ഐ ആം ഇൻഡിപെൻഡന്റ്. നമുക്കത് പറ്റില്ല. നമ്മളെന്തായി? ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ്. ആ ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ടാണ് അധികാരം കാണിക്കുന്നത്. മക്കളോട് നമ്മൾ എന്തുകൊണ്ടാണ് അധികാരം കാണിക്കുന്നത്? അവർ ഒളിച്ചോടി പോവില്ല എന്നുള്ള ധൈര്യത്തിലാണ്. അവർ പോകുന്നൊരു ഭയം ഉണ്ടായാലോ? അറിയില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, ഡീൽ വിത്ത് എ പേഴ്സൺ ആസ് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഗോയിങ് ടു ഡൈ നെക്സ്റ്റ് മൊമെന്റ്. അടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന ഒരാളോട് നമ്മൾ ദേഷ്യപ്പെടുമോ? ആരാ എപ്പോഴാ മരിക്കാന്ന് ആർക്കെങ്കിലും അറിയോ? അപ്പൊ നമ്മൾ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയി അയാൾ ചത്തുപോയാലോ? വിഷമാവോ ഇല്ലയോ? അതുകൊണ്ട് ഡീൽ വിത്ത് എ പേഴ്സൺ ആസ് ഇഫ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ബസ് കൊടുക്കുന്നത്, ഞാൻ ഇങ്ങനെ ആവാൻ പോവാണെന്ന് കാണിക്കാൻ. അതുകൊണ്ട് എന്നെ വഴക്ക് പറയരുത്. അതൊരു ഭാഗത്തല്ല, എല്ലാവരും അത് ഇടുന്നതാണ്. അപ്പൊ ഞാനും ഇങ്ങനെ ആവാണ്, ഇയാളും ഇങ്ങനെ ആവാണ് പറയുമ്പോൾ നമുക്ക് തോന്നില്ല. നമ്മൾ കുറച്ച് കാലേ കൂടെ ഉള്ളൂ. ഇതൊക്കെ ഒരു നാടകമാണ്. ഈ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് വിദ്യാഭ്യാസപരമായിട്ട് മാറ്റം വരുത്തണമെങ്കിൽ സിസ്റ്റം മാറും, ഗവൺമെന്റ് മാറും, പ്രൈവറ്റ് സ്കൂൾ ഒന്നും മാറില്ല. CBSE സ്കൂളാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളത്, ആണോ അല്ലയോ? എന്താണ് CBSE? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. എപ്പോഴാണ് സെക്കൻഡറി തുടങ്ങുന്നത്? 9ാം ക്ലാസ്സിൽ. പിന്നെ ഇങ്ങനെ LKG CBSE ആവുക? ഇത് ആൾക്കാരെ പച്ചയായിട്ട് പറ്റിക്കല്ലേ? നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്, ഗവൺമെന്റും അതിന്റെ ഭാഗമാണ്. അപ്പൊ അത് വേണ്ട. വീട്ടിൽ പഠിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ വീടുകളും. എനിക്ക് എല്ലാ ദിവസവും എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ ജോബ് ചെയ്യുന്നുണ്ട്. സാറ്റർഡേ സൺഡേ തുടങ്ങാമല്ലോ അല്ലേ? നമ്മുടെ ചാലക്കുടിയിൽ നടക്കുന്ന സമയത്ത് ബിനു ഏങ്ങണ്ടിയൂർ നടത്തുന്നുണ്ട്, പ്രിയ തളിപ്പറമ്പിൽ നടത്തുന്നുണ്ട്, പയ്യന്നൂർ നടത്തുന്നുണ്ട്. ഇവരൊക്കെ ആ നടക്കുന്ന സംഭവങ്ങളുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചുതരും. ഞാൻ എൻ്റെ യൂട്യൂബിലിടും. ഗ്രാൻഡ് ചൈൽഡ് കെയർ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. വെറുതെ ഒന്ന് കുറേ സമയം കളയണം, ഒന്ന് ഗ്ലാൻസ് ചെയ്ത് നോക്കുക അവിടേക്ക് എന്താ നടക്കണത്. പഴയ അമ്മൂമ്മമാർ വന്നിട്ട് പഴയ അടുപ്പ് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയും ഞങ്ങൾ കുക്ക് ചെയ്തിരുന്നു. പഴയ ചെമ്മിണിക്കൂടില്ലേ അല്ലേ? എൻ്റെ ഒരു കവിതയുണ്ട്, കെറസിൻ ലാമ്പ് എന്ന് പറഞ്ഞിട്ട്. കെറസിൻ ലാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അത് എഴുതാൻ കാരണം വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് പറയുന്നൊരു നല്ല കവിയുണ്ട്. വിഷ്ണുനാരായണൻ നമ്പൂതിരി വലിയൊരു കവിയാണ്. അദ്ദേഹത്തിന്റെ കൊച്ചുമാണ് എൻ്റെ ക്ലാസ്സിലിരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ കവിത എഴുതാറെന്നൊക്കെ പറഞ്ഞ സമയത്ത് തമാശക്ക് അവൾ പറഞ്ഞു, എന്നാൽ ട്യൂബ് ലൈറ്റിനെ കുറിച്ച് എഴുതാമോ? ഈ 4ാം ക്ലാസ്സുകാർക്ക് കൊടുക്കുന്ന സബ്ജക്റ്റാണ് എനിക്ക് തന്നത്. ഞാൻ നീ പോയി നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് ഞാൻ എഴുതരാം. പക്ഷെ ഞാൻ ട്യൂബ് ലൈറ്റ് അല്ല, ഇന്നത്തെ ജീവിതം ട്യൂബ് ലൈറ്റ് ആണ്. ആരോ സ്വിച്ച് ഇടുമ്പോൾ തെളിയുന്നത് പോലെയാണ്. ഞങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. എൻ്റെ മുമ്പിൽ കെറസിൻ ലാമ്പ് പോലെയാണ്. ഞാൻ കുലുക്കി നോക്കിയാൽ അറിയാം എനിക്ക് എത്ര സമയം കത്തുന്നു. ആ കഴിവില്ലാത്തവരായി മനുഷ്യന്മാർ എന്നാണ് എൻ്റെ കവിതയുടെ. ട്യൂബ് ലൈറ്റിനെ കുറിച്ചല്ല എഴുതിയത്, തുടങ്ങിയത് അവിടെയാണ് അല്ലേ? പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന ചെമ്മിണിക്കൂടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ വരെയുണ്ടെന്ന് കാണാൻ പറ്റും. ഇത് എപ്പോഴാണ് പോകണം എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റും. ഇതേ അവസ്ഥയാണ് ഇന്നത്തെ ജന്മം എന്നാണ് ഞാൻ എഴുതിയത് കവിത. അപ്പൊ നമ്മൾ കുറച്ച് അതിര് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ച് ഈ എഴുതാനുള്ള കഴിവ് എവിടുന്നാ വരുന്നത്? കുറേ വായിക്കണം. ഇന്ന് ആർക്കും ഇല്ല ശീലം. നല്ലപോലെ വായിച്ച്, നല്ലപോലെ ചിന്തിച്ച്, നല്ലപോലെ ക്രിയേറ്റീവ് ആവുന്നവർക്കേ നാളെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് AI ഉണ്ട്, ഞാനൊന്നും പഠിക്കണ്ട, ഒരു കാര്യമില്ല. നിങ്ങൾ മോർ ക്രിയേറ്റീവ് യു ഗെറ്റ് എ ജോബ്, യു ആർ ലെസ് ക്രിയേറ്റീവ് യു ഡോണ്ട് ഗെറ്റ് എ ജോബ്. 1 കോടിയാണ് ഇന്ത്യയിൽ ഇറങ്ങുന്ന ഗ്രാജുവേറ്റ്സ്. നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്ത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അപ്പം ജോലി കിട്ടും. എനിക്ക് കിട്ടാൻ പോകുന്ന 1003 പേർക്കാണ്. 1003 പേർക്കാണ്. നിങ്ങൾ എത്ര കുത്തിപ്പഴിപ്പിച്ച് പിള്ളേരെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല.
അവർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ക്രിയേറ്റിവിറ്റി ഇല്ല, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, നെറ്റ്വർക്കിംഗ് ഇല്ല. അമേരിക്കയിലൊന്നും ജോലി കിട്ടുന്നത് കഴിവുകൊണ്ടല്ല, നെറ്റ്വർക്കിംഗ് കൊണ്ടാണ്. നിങ്ങൾ ആരുമായിട്ട് ഇടപഴകുന്നുണ്ടോ അവർ റെക്കമെൻഡ് ചെയ്താലേ ജോലി കിട്ടും. അപ്പൊ നമ്മുടെ മക്കളിൽ ഇല്ലാത്ത ഒരു സ്വഭാവം ഇതൊക്കെയാണ്. അതുണ്ടാക്കിയെടുക്കാനുള്ള കേന്ദ്രങ്ങൾ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരാളുടെ വീടുകളും. അതെങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യും, എങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കാരണം അത്ര എളുപ്പമല്ല. ബിസിനസ് എബിലിറ്റി വേറെയാണ്, പരിപാടികളൊക്കെ ഇതൊക്കെ വേറെയാണ്. ദുബായിലുള്ള ഒരു പയ്യനല്ല, എനിക്ക് പയ്യനാണ്, വിവാഹമൊക്കെ കഴിഞ്ഞ് ചെറിയ കുട്ടിയുണ്ട്. ആ സമയത്താണ് എന്നെ ഒരു പ്രാവശ്യം പറയുന്നത്, എൻ്റെ വീട്ടിൽ ഭാര്യ സ്ഥിരമായിട്ട് ലഹളയാണ്, ഇൻലോസുമായിട്ട് അടിപിടിയാണ്. നോക്കുമ്പോൾ ക്രോസ് മാരേജാണ്, ഇന്റർ കാസ്റ്റ് മാരേജാണ്. അപ്പം അതിൻ്റെ കുറ്റവും ഒക്കെ ഉണ്ട്. നോക്കുമ്പോൾ റോഡ് സൈഡിൽ നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞത് വെക്കേറ്റ് ചെയ്തിട്ട് ഇൻലോസിൻ്റെ വീട്ടിൽ പോയി താമസിക്കുമെന്ന്. അവിടെ എല്ലാ ദിവസവും പ്രശ്നം. എന്നിട്ട് അവിടെ ഞങ്ങൾ ഈ വീട്ടിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സ്കൂളാക്കി മാറ്റാം. അങ്ങനെയാണ് ആദ്യത്തെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. ഓക്കെ, ഫണ്ടിങ് വന്നത് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന്. ഞാൻ ഒരാളോട് പറഞ്ഞു അത് ചെയ്യണമെന്ന്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് സ്കൂൾ തുടങ്ങിയത്. ഇതേപോലെ ചെറിയ ഇതിൻ്റെ ഒരു പകുതിയുള്ളൊരു ഹോളാണ്. സാധാരണ ഒരു വീട്ടിൽ അത്രയൊക്കെയല്ലേ ഉണ്ടാവും. അതിൽ കംപ്ലീറ്റ് കാർപ്പറ്റുകളാണ്. കാർപ്പറ്റ് എന്താണ്? 1 ഇഞ്ച് കുഷ്യനാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, ഡിഫറെൻറ്റ് കളർ, ബ്ലാക്ക്, വൈറ്റ്, 5 കളറേ കുട്ടികൾക്ക് ഉപയോഗിക്കാം. മാക്സിമം ഒന്നുകൂടി യെല്ലോ കൂടി. ഇതേ ലിയോ ടോയ്സ് ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ റെക്സിൻ വെച്ചിട്ട് ഒരു ഭാഗത്ത് റെഡ് ആണെങ്കിൽ അതിൻ്റെ മറ്റേ ഭാഗത്ത് ഗ്രീൻ ആണ്. അപ്പോൾ ഓരോ ദിവസവും മറിച്ചിട്ടാൽ ക്ലാസ് വ്യത്യസ്തമായിട്ട് കളർഫുൾ ആവും. മനസ്സിലാക്കാം. ഏത് കുട്ടിയും സ്പോഞ്ച് കണ്ടാൽ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ ചാടും. നമ്മളും ചാടും. ഇല്ലേ? എൻജോയ് ചെയ്യോ ഇല്ലയോ? തീർന്നു കഥ. സ്കൂളിൽ പിള്ളേർക്ക് പോകാൻ ഇഷ്ടമായിരിക്കും. വീട്ടിലില്ലാത്തൊരു സംഭവമാണല്ലോ. ഫൈൻ. ഒരു ചെറിയൊരു ക്യാമറ, ഒരു വലിയ പ്രൊജക്ടർ. കരയുന്ന കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കരയുന്ന കാണിച്ചാൽ ഇങ്ങനെ ആക്കുക. ഇല്ലേ? ഒരു കുട്ടിയും കരയില്ല. അങ്ങനെ ഒരു പ്രൊജക്ടർ വെച്ചാൽ എത്ര ചില്ലറ പൈസ ഉള്ളൂ എന്ന് പറയുന്നത് അറിയുമെന്ന്. നിങ്ങൾ ഒരു സ്കൂളിലും കാണാത്ത സംഭവമാണ്. ആണോ? ആർക്കൊക്കെ ഇരിക്കാം? 3 വയസ്സ് മുതൽ ഏജ് 3 to grade 3 എന്നാണ് അന്നേ തുടങ്ങിയ കൺസെപ്റ്റ്. എന്ത് വേണമെങ്കിലും പഠിക്കും, എന്ത് വേണമെങ്കിലും കളിക്കാം. കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്തും ചെയ്യാം. ഓക്കെ, അന്നൊക്കെ ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞത്, വലിയൊരു ബലൂൺ ഊതിയിട്ട് ഫൈൻ. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ഈ ഒരു പേപ്പർ ഇങ്ങനെ മടക്കാറില്ലേ? നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുള്ള സംഭവം ഇങ്ങനെ മടക്കാറില്ല, ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ മടക്കിയിട്ട് ഇത് വിട്ടാൽ മുകളിലേക്ക് പൊങ്ങില്ലേ? യെസ്. ഈ ഭാഗത്ത് ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് ആ ബലൂണിൽ ഒട്ടിക്കുക. അങ്ങനെ 4 കാലുണ്ടാക്കുക. എന്നിട്ടൊന്ന് ഊതിയാൽ ബലൂൺ ഇങ്ങനെ ചാടിച്ചടിക്കും. എത്ര കാശിയല്ല വേണ്ടി? ഒന്നുമില്ലല്ലോ. ആണോ അല്ലയോ? ഇത് പിള്ളേർക്ക് ഒരു എക്സർസൈസ് ആയിട്ട് കൊടുത്താൽ ഒരു ദിവസം ഫുൾ മിണ്ടാണ്ടിരിക്കും പിള്ളേരെ എന്റർടൈൻ ചെയ്യാൻ ഒരു പണിയും ഇല്ല. എനിക്കൊരു 300 കുട്ടികളെ തരാം. 6 മണിക്കൂർ അവർ വേറെ ഒന്നും ആലോചിക്കാതെ, ഭക്ഷണവും വേണ്ട, ഒന്നിനും പോവില്ല, ഒന്നിനും പോവാതെ സുഖമായിട്ടിരിക്കുന്ന എക്സർസൈസ് എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാം. ഇതുകൊണ്ട് പഠിക്കുന്ന എന്താ അറിയോ? ഇതാണ് ക്രാഫ്റ്റ്. ഇതിങ്ങനെ മടക്കാനുള്ള കഴിവ്. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കണ്ടല്ലോ. ചെറിയ കുട്ടികൾക്ക് കുറേ മെനക്കെടണം. ഇത്ര എളുപ്പമല്ല. പക്ഷെ ഈ ഹാൻഡ്, ഈ ഹാർട്ട് ഉണ്ടെങ്കിൽ ആർക്കും കൊടുത്ത രക്ഷയൊന്നുമില്ല. ഉണ്ടോ? ഈ ഹെഡ്, ഇത് 3ഉം വർക്ക് ചെയ്താൽ യു ബിക്കം ഗ്രേറ്റ് ഇൻ ദ വേൾഡ്. ഇത് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ എല്ലാ എക്സർസൈസും. ക്രയോൺസ് ഇല്ല, മേടിക്കുന്ന ഒരു സാധനവും വേണ്ട. നമുക്ക് ചുറ്റുമുള്ള പല സാധനങ്ങളും ഉപയോഗിക്കും. ക്രാഫ്റ്റ് ഡോക്ടർ TPS. ആനയെ ഉണ്ടാക്കുന്ന കാണാം നിങ്ങൾക്ക്. ചെറിയ ബലൂണിനൊക്കെ അത്രേ പൈസ ഉള്ളൂ അല്ലേ? എന്തൊക്കെ രസകരമായിട്ട് ചെയ്യാം. ഒരു ക്ലേയും വേണ്ട. എന്ത് ചെയ്യണം? സാധാരണ മൈദ ഉപയോഗിക്കുക, ഗോതമ്പ് പൊടി ഉപയോഗിക്കുക, എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ഒരു കിച്ചണും കൂടി വെക്കുക. അത് ഫ്രൈ ചെയ്ത് അവർക്ക് തന്നെ തിന്നാൻ കൊടുക്കുക. കളയണ്ട. ആർ യു ഗെറ്റിംഗ്? കുട്ടികൾ എൻജോയ് ചെയ്യോ ഇല്ലയോ? എന്ത് ക്രിയേറ്റീവ് ആവുമെന്നറിയോ അവര്? അപ്പോൾ ആർട്ട് എന്ന് പറയുന്നതൊക്കെ ആർട്ടായിട്ട് പഠിക്കേണ്ടതല്ല. കാണിച്ചെന്നില്ലേ നമുക്ക്?
കണ്ടോ നേരത്തെ ഞാൻ വരച്ചത്? എന്തെളുപ്പം ക്രിയേറ്റീവ് ആവണം. ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾ ആർട്ടിസ്റ്റാണ്, അവർ കവിയാവും. ഈ എബിലിറ്റിയൊക്കെ എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ലിമിറ്റ്ലെസ്, നോ ബൗണ്ടറീസ്. ഇത് സിലബസ് വെച്ച് ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് ടീച്ചേഴ്സ് ക്രിയേറ്റീവ് ആവും. നമ്മൾക്ക് ഇതൊന്നും അറിയില്ല, കുഴപ്പമില്ല. നിങ്ങളുടെ നാട്ടിൽ തപ്പി നോക്കിയാൽ അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അമ്മൂമ്മമാരുണ്ടാവും, അപ്പൂപ്പന്മാരുണ്ടാവും, പണിയില്ലാതിരിക്കുന്നുണ്ടാവും, കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവരൊക്കെ ഇതിൻ്റെ ഭാഗമാവും. അവരൊക്കെ 2 മണിക്കൂറോ 1 മണിക്കൂറോ വന്നാൽ മതി. അങ്ങനെ ഷെയർഡ് ആയിട്ടുള്ള ടൈമിംഗ് ആയാൽ വലിയ ബേർഡനും ആവില്ല. അവരൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് ആൾക്കാരാവും, ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇനി ഓൾറെഡി നടത്തുന്ന സ്കൂൾക്കാർക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസമെങ്കിലും ഇത്തരം വെർട്ടിക്കൽ മിക്സിങ്ങിലൂടെ ക്ലാസ്സുകൾ നടത്തുക. ഒരു ടീച്ചർ നല്ല ക്രിയേറ്റീവാണ്, അവരെ ഉപയോഗിക്കുക. പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ വന്നിരിക്കാം. അങ്ങനെ മാറ്റം വരുത്തുക. ഇത് നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ, എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇഷ്ടംപോലെ ഉണ്ട് ഓൺലൈൻ. അത് കണ്ടിട്ട് കാര്യമില്ല, നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. എളുപ്പമാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും, അത് ഉപയോഗിക്കാം. മോട്ടർ ഉപയോഗിക്കാം, ചെറിയ ഗം ഉപയോഗിക്കാം, ചെറിയ കട്ടർ ഉപയോഗിക്കാം. ABCD ഒന്നും എഴുതാൻ പഠിപ്പിക്കരുതെന്നാണ്, വായിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. വായിക്കാൻ പഠിച്ചാൽ എഴുതാൻ പഠിക്കും. പക്ഷെ എങ്ങനെ വായിക്കാൻ പഠിപ്പിക്കും? A എന്ന് പറയുന്നൊരു ബോക്സ് വെക്കും, നിങ്ങളുടെ പേപ്പർ കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ആ A മാത്രം കെട്ടിയത് അതിനകത്ത് കൊണ്ടിടാൻ പറയും. അവർ 10 പ്രാവശ്യം കൊണ്ടിടുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ മനസ്സിൽ എന്ത് വരും? A പതിഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് ഒരാളുടെ പേര്, നിങ്ങളുടെ പേര് ഇന്നതാണ്, അതിൽ നിന്ന് ഓരോ സാധനം എടുത്ത് അടുത്തടുത്ത് വെക്കാൻ പറയും. ഇതൊക്കെ ആക്ടിവിറ്റികളാണ്. അത് കറക്റ്റായിട്ട് വെക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങും. ഇത്തരം ആക്ടിവിറ്റികളാവണം നമ്മുടെ പഠന ക്ലാസ്. അത് ലെവൽ അനുസരിച്ച് മാറും. ഇപ്പോൾ ഇദ്ദേഹം തുടങ്ങുന്ന സ്ഥലത്ത് ഒരു തരത്തിലായിരിക്കും, മറ്റേ ആൾ തുടങ്ങുമ്പോൾ വേറെ തരത്തിലായിരിക്കും. നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യും. ഇതൊക്കെ വീഡിയോ അവൈലബിൾ ആണ്. ആ കുട്ടികളൊക്കെ കൂടെ ചേരും. അപ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാം, ഗെറ്റ് ടുഗദർ ഉണ്ടാവും. അതാണ് നടത്തേണ്ടത്. ഇതാണ് ലക്ഷ്യം. രാവിലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു, കുറേ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വേണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അല്ലേ? മോസ്റ്റ് ഓഫ് us ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഇതല്ല വേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ ആര് പൂച്ചക്കാർ മണികെട്ടെന്ന് ചോദിക്കാറില്ല, ആര് ചെയ്യൂ ഇത്? എവരി വൺ ഓഫ് us ക്യാൻ ഡു ഇറ്റ്. അത് തുടങ്ങും. ഇനി എന്ത് ചോദിക്കാനുണ്ട് നിങ്ങൾക്ക്?